സംസ്ഥാന കമ്മിറ്റിയും ചേർന്ന് കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടും പാർട്ടി മെമ്പർഷിപ്പ് സ്ക്രൂട്ടിനി സംബന്ധിച്ചുള്ള പരിശോധനയും സഖാവ് എം.എ. ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ സഖാവ് പിണറായി വിജയൻ, സഖാവ് എ. വിജയരാഘവൻ തുടങ്ങിയ PB അംഗങ്ങൾ കൂടി പങ്കെടുത്ത് ചേരുകയുണ്ടായി. സഖാവ് CS സുജാതയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നേരത്തെ വിശദീകരിച്ചതുപോലെ സംസ്ഥാന കമ്മിറ്റിയുടെ വിപുലീകൃത യോഗം സെപ്റ്റംബർ 13, 14, 15 തീയതികളിലായി കോഴിക്കോട് വെച്ച് നടത്തുന്നതിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. കേരളത്തിലെ പാർട്ടി മേലെ മുതൽ താഴെ വരെ പാർട്ടി സംഘടന എന്ന നിലയിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അല്ലാത്തവരുമായ കേരളീയരായ 10,000-കണക്കിന് ആളുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പാർട്ടിയുടെ മുമ്പിൽ ഉയർന്ന് വന്നു കഴിഞ്ഞിട്ടുള്ളത് പരിശോധിച്ച് റിവ്യൂ റിപ്പോർട്ട് താഴെത്തലം വരെ അവതരിപ്പിച്ച് സ്വാംശീകരിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് ഇനി അങ്ങോട്ട് പാർട്ടിയെ നയിക്കാൻ അടിമുടി ആവശ്യമായ മാറ്റം സംഘടനാപരവും പ്രത്യയശാസ്ത്രപരമായ മേഖലയിൽ ഉൾപ്പെടെ വളരെ ഫലപ്രദമായ നിലയിലുള്ള ഒരു ഇടപെടൽ നടത്താനാണ് ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള പാർട്ടി ഇടപെടൽ ശക്തിപ്പെടുത്താനും വിപുലീകരിക്കാനും ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കാനും സാധിക്കുന്ന ഒരു പുതുക്കി പണിയുന്ന രീതി ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലൂടെ പാർട്ടി ലക്ഷ്യമിടുകയാണ്. പാർട്ടിയുടെ സർവതല സ്പർശിയായ മേഖലയിൽ ഇടപെട്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി അതിവേഗം പാർട്ടിക്ക് കേരളത്തിൽ ശക്തിയായ മുന്നേറ്റം സൃഷ്ടിക്കാനാവുന്ന തരത്തിലുള്ള ബഹുജന സംഘടനകളുടെയും വർഗസംഘടനകളുടെയും എല്ലാ തരത്തിലുള്ള പാർട്ടി പ്രവർത്തനവും ശക്തിപ്പെടുത്താൻ ഈ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയിലൂടെ സാധിക്കും എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള വളരെ ഗൗരവമുള്ള ഒരു സംഘടനാ പരിശോധനയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തെ പാർട്ടിയിലുടനീളം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും ഇതിൻ്റെ കൂടെ പാർട്ടി സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ഇന്നത്തെ സാഹചര്യം സംഘപരിവാർ ശക്തികൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഒന്നാണ് എന്നെല്ലാവർക്കും അറിയാം. രാജ്യത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഡൽഹി ജന്തർ മന്ദിറിൽ CJPയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം
ചരിത്രത്തിൻ്റെ താളുകളിൽ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. ആ സമരത്തെ അടിച്ചമർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചാണ് പുതിയ തലമുറ സമരം തുടരുന്നത്. പുതിയ തലമുറയെ പറ്റിയുള്ള നമ്മുടെ ധാരണ ഒരു വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പൊതുബോധം, അവർ രാഷ്ട്രീയമുള്ളവരല്ല, അവർ അരാഷ്ട്രീയവാദികളാണ്, അവർ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ആരോപണമായിരുന്നു പൊതുവെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ പലരും മുന്നോട്ടേക്ക് വെച്ചത് ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ അതല്ല, എത്ര ശക്തമത്തായ അടിച്ചമർത്തലുകൾ ഉണ്ടായാലും അവർ മുന്നോട്ടേക്ക് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം തന്നെ, അതുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരോടൊപ്പം ചേർന്ന യുവാക്കളും സജീവമായിട്ട് മുന്നോട്ടേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ കുട്ടികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ നടന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നീറ്റ് പരീക്ഷ വലിയ രീതിയിലുള്ള കൃത്രിമം നടത്തി പരീക്ഷ തന്നെ റദ്ദാക്കേണ്ടി വന്ന സന്ദർഭത്തിൽ സമ്മർദ്ദം സഹിക്കാതെ 20ലധികം കുട്ടികളാണ് കേരളത്തിലുൾപ്പെടെ ആത്മഹത്യ ചെയ്തത്. അതിനിടയാക്കിയ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന മുദ്രാവാക്യമാണ് ഈ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം മുന്നോട്ടേക്ക് വെക്കുന്നത്. അതിനെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ, സമീപകാലത്തൊന്നും ഡൽഹി കാണാത്ത രീതിയിലുള്ള പട്ടാളത്തെയും സായുധ സൈന്യത്തെയും വിഭാഗങ്ങളെയും അർദ്ധസൈനിക വിഭാഗത്തെയും എല്ലാം യോജിപ്പിച്ച് അണിനിരത്തിക്കൊണ്ടാണ് നരനായാട്ട് കേന്ദ്ര സർക്കാർ സംഘപരിവാർ വിഭാഗം നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് നേരെ നടന്ന ഈ ശക്തിയായിട്ടുള്ള കടന്നാക്രമം ഇന്ത്യൻ ജനാധിപത്യ മനസ്സിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സമരമുഖത്ത് വന്ന ഈ കുട്ടികളും യുവാക്കളും സഹിച്ച ത്യാഗത്തെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്ന് വന്ന ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ സമരമുഖത്തുള്ള നിരവധി ആളുകൾക്ക് നേരെ കടന്നാക്രമണം നടന്നു. ഒരു കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. 21 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി. പോലീസ് അതിക്രമത്തിനെതിരായി സാംസ്കാരിക പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും എല്ലാം ശക്തിയായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ മമ്മൂട്ടി, മഞ്ജു വാര്യർ, ദുൽഖർ സൽമാൻ, വിസ്മയ മോഹൻലാൽ, ടോവിനോ തോമസ്, ആസിഫ് അലി, ജോജു ജോർജ്, ഭാവന, കുഞ്ചാക്കോ ബോവൻ, ഇന്ദ്രജിത്ത് തുടങ്ങി സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്.